വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് സമ്പത്തുണ്ടാകും. അത് എങ്ങനെ ജപിക്കണം, ഏത് തരത്തിൽ ജപിക്കണം, ഉച്ചാരണം, ഒരുപാട് ഘടകങ്ങളുണ്ട്. വാരാഹി ദേവിയുടെ ഉപാസനയുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് കാണുന്നത്, കേരളത്തിൽ കുറവാണ്. വാരാഹിയുടെ മന്ത്രം ജപിച്ച വാരാഹിയുടെ ഉപാസകനായിരുന്ന ഒരു മഹാസിദ്ധനെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. നമ്മളിപ്പോൾ മന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉപാസനയെ കുറിച്ച് പറഞ്ഞു. അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപാസിക്കാൻ പറ്റിയ മൂർത്തികളുണ്ടെന്ന്. അത് ഏതാ സർ ഉദ്ദേശിച്ചത്? അത് ഒരുപാടാണ്. നമ്മളിപ്പോൾ 33 ദേവതകളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് സമയത്തിൽ ഒതുങ്ങുന്നതല്ല. എങ്കിലും ഞാൻ പറയാം, ഒരു ഭാരതീയൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് മൂർത്തരൂപ ഉപാസനയുണ്ട്, അമൂർത്ത രൂപ ഉപാസനയുണ്ട്. ആരും തന്നെ അത് സാധാരണഗതിയിൽ പറയാറില്ല. മൂർത്തരൂപ ഉപാസനയും അമൂർത്ത രൂപ ഉപാസനയുടെ പ്രത്യേകത, അമൂർത്തങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ദേവതകളുമെല്ലാം. നമ്മൾ ഒരിക്കലും സാധാരണഗതിയിൽ കാണുന്നില്ലല്ലോ. ഇപ്പോൾ കൃഷ്ണൻ്റെ ചിത്രം കാണുന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ ജീവിച്ചിരുന്നാണ് ഒരു കാലയളവിൽ. മറ്റേത് നമ്മൾ ഭദ്രകാളി, ദുർഗ, സുബ്രഹ്മണ്യൻ, ഇതെല്ലാം അമൂർത്തമാണ്. പക്ഷേ മൂർത്ത രൂപങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, ഇവരെ ഉപാസിക്കുന്നതും ശ്രേഷ്ഠമാണ്, ശരിയാണ്. മനസ്സിലല്ലേ? ഏറ്റവും ശ്രേഷ്ഠരായി നമ്മുടെ മുന്നിൽ എത്തുന്നവരെ സമാരാധ്യരെന്ന് വെച്ചാൽ സമാരാധ്യതയ്ക്ക് വേണ്ടുന്ന ഗുണങ്ങളുള്ളവരെ. ആളുകളെല്ലാം സമാരാധ്യരായി കാണുമെന്ന് പറഞ്ഞ് അവർ സമാരാധ്യരാവണമെന്നില്ല. അപ്പോൾ സമാരാധ്യതയ്ക്ക് വേണ്ടുന്ന എല്ലാ ശ്രേഷ്ഠതകളും ഉള്ള ഒരാളിനെ നമ്മൾ ഈശ്വരനായി സങ്കല്പിച്ചിട്ട് അവരെക്കുറിച്ച് ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താലും ശ്രേഷ്ഠം തന്നെയാണ്. അപ്പോൾ അമൂർത്ത രൂപത്തിനെ ഉപാസിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മൂർത്ത രൂപ ഉപാസന. ആരും ഇത് സാധാരണഗതി പറയാറില്ല. അപ്പോൾ മൂർത്ത രൂപങ്ങൾക്ക് അത് സാധ്യമല്ലെങ്കിൽ, ഇപ്പം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്ടിലുള്ളവർ, എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാരും തന്നെ അങ്ങനെ ഉത്തമമായ ഒരു മാതൃകയ്ക്ക് പ്രാധാന്യമുള്ളവരല്ല എങ്കിൽ, യോഗ്യരല്ല എങ്കിൽ, യോജിച്ചവരല്ല എങ്കിൽ ഞാൻ അമൂർത്ത രൂപങ്ങളെ ആരാധിക്കാം. മനസ്സിലായില്ലേ? അപ്പം അമൂർത്ത രൂപങ്ങളെ ആരാധിക്കാനായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോയാലേ ഗുണമുണ്ടാകൂ എന്നില്ല. നമുക്ക് സ്പർശിച്ചറിയാം, ശബ്ദിച്ചറിയാം, ഗന്ധം കൊണ്ടറിയാം. നോക്കൂ, അതൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ മൂർത്ത രൂപ ഉപാസനയിലൂടെ മൂർത്ത രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാധാന്യത്തോടെ കണ്ടും സ്നേഹിച്ചും പറഞ്ഞും അവരുടെ ആശയങ്ങൾ കേട്ടും വളർന്നുകൊണ്ടിരിക്കവേ തന്നെ അതിനും അതീതമായിട്ട് എന്തെങ്കിലും ഗ്രഹിക്കാനുണ്ടെന്ന് തോന്നുന്നുവെങ്കിലോ, മൂർത്ത രൂപ ഉപാസന നമുക്ക് കൂടുതൽ സൂക്ഷ്മമായി നീങ്ങുന്നില്ല എങ്കിലോ, എന്ന് വെച്ചാൽ നമ്മുടെ അസാധാരണത്വത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നെങ്കിൽ അമൂർത്ത രൂപങ്ങളെ ഭജിക്കാം. അപ്പോഴേ ഞാൻ മുമ്പേ സൗന്ദര്യാധിഷ്ഠിതമായ കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ആദ്യമേ സുന്ദര രൂപത്തിലുള്ള ആളുകളെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ഇണങ്ങുന്ന ആളുകളെ തന്നെ കണ്ടാലൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല. അവരുടെ പേരുകളും ചിന്തകളും ഒക്കെ ഉച്ചരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് സൗന്ദര്യബോധം ഉണ്ടാക്കും. ഇനിയും ഈ അമൂർത്ത രൂപങ്ങൾ നോക്കുകയാണെങ്കിൽ ഗന്ധർവ ഉപാസന, യക്ഷി ഉപാസന, ഇങ്ങനെയൊക്കെ ഉണ്ട്. പല നടികളും നടന്മാരും ഒക്കെ മുൻകാലത്ത് ചെയ്തിരുന്നു, എന്ന് കേട്ടിട്ടുണ്ട്. കലാകാരന്മാർ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം സരസ്വതിയെ ഉപാസിക്കുകയാണെങ്കിൽ ശബ്ദ സൗന്ദര്യം, അതിലെ മാതങ്കിയെ തന്നെ ഉപാസിക്കുകയാണെങ്കിൽ ശബ്ദം അതീവ സുന്ദരമാകും. കാരണം തൊണ്ടയിലിരിക്കുന്ന ഊർജ്ജരൂപത്തിൻ്റെ പേരാണ് മാതങ്കി. മാതങ്കിയുടെ ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. അപ്പം അവിടെ പോയി നമ്മൾ ഭജിക്കുമ്പോൾ അവിടുത്തെ തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള ശക്തിയും കൂടി ലഭിക്കും. തന്ത്രശാസ്ത്ര വിധിപ്രകാരം ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിലെ എനർജി ലെവല്, ഊർജ്ജ നില വളരെ കൂടുതലായിരിക്കും. അതും കൂടി കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം അവിടെ വരുന്നത്. മുമ്പ് ഞാൻ മൂർത്ത രൂപ ഉപാസനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ വേണമെങ്കിൽ ധരിക്കാം ഞാൻ ക്ഷേത്രാരാധനയെ അല്ലെങ്കിൽ അമൂർത്ത രൂപങ്ങളെ ഭജിക്കുന്നതിനെ ഖണ്ഡിക്കുന്നവനാണെന്ന് തോന്നാം. അല്ല, അതിന് അതിൻ്റേതായ തലത്തിൽ പ്രാധാന്യമുണ്ട്. ഇതിന് ഇതിൻ്റേതായ തലത്തിലും പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൂടെ ഒപ്പിച്ച് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾക്ക് അത്രയും നന്മയുണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ഭാവത്തിലേക്ക് നന്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഓരോ വ്യക്തിയും അനന്ത സാധ്യതയുടെ നിറകുടങ്ങളാണ്. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ സുന്ദരഭാവത്തിലുള്ള, ഇപ്പം ശബ്ദത്തിനാണെങ്കിൽ ശബ്ദമനോഹരമാണെങ്കിൽ സരസ്വതി, അതിൽ തന്നെ മാതങ്കി, ഇങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ ഓരോ ദേവതകളുണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നവർക്ക്, സുബ്രഹ്മണ്യൻ്റെ യൗവനഭാവത്തിനെ ഭജിക്കുന്നവർക്ക് സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. ബാലകഭാവത്തിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അസാധാരണമായ ശക്തിവിശേഷവും സിദ്ധികളും ഉണ്ടാകും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് സമ്പത്തുണ്ടാകും. അത് എങ്ങനെ ജപിക്കണം, ഏത് തരത്തിൽ ജപിക്കണം, ഉച്ചാരണം, ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം
ജപം കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലും പ്രയോജനമുണ്ടായില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നുവെങ്കിൽ ഋഷികൾ സംസ്കൃത ഭാഷയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അക്ഷരത്തിൻ്റെ ആ നിയമം, ശബ്ദശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണോ ഞാൻ ഉച്ചരിക്കുന്നത് എന്നൊരു ചോദ്യത്തിലേക്കും പോകും. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഏത് മന്ത്രം ജപിച്ചാലും ഏതെങ്കിലും സിദ്ധികൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സമ്പത്തിനെ ആകർഷിക്കാനായാലും അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും വാരാഹി ദേവിയുടെ ഉപാസന ഉണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് കാണുന്നത്, കേരളത്തിൽ കുറവാണ്. ഇപ്പോഴതിനൊരു ഒരു പ്രസിദ്ധി വരുന്നുണ്ട്. വാരാഹിയുടെ മന്ത്രം ജപിച്ച വാരാഹിയുടെ ഉപാസകനായിരുന്ന ഒരു മഹാസിദ്ധനെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. വലിയ ശേഷി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ധനം ഉണ്ടാകുമ്പോൾ വാരാഹിയുടെ ഭാവവും കൂടി ഓർത്തോണം. ഈ വരാഹത്തിൻ്റെ രൂപമാണല്ലോ, ഈ മുഖം പന്നിയുടെ രൂപം. ആ രൂപത്തിൽ ശരീരം സ്ത്രീയുടെ ഭാവത്തിലും ഇരിക്കുക. നമ്മൾ ഈ വരാഹത്തിന് എന്താണോ ഭാവം കൊടുക്കുന്നത് അത് ദേവതയ്ക്കുമുണ്ട്. ആ ഭാവവും കൂടി വരാം. വികൃതമായി വിരുദ്ധമായി ഈ പണം കൊണ്ട് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങി അടുത്ത 12 വർഷത്തിനുള്ളിൽ സർവനാശം സംഭവിക്കും. അതാണ് തന്ത്രശാസ്ത്രത്തിലൂടെ അതിനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒക്കുന്നത്. മനസ്സിലാക്കുമ്പോൾ പ്രായോഗികത്തിൽ വരുന്നതെന്ന് തിരിച്ചറിയുന്ന കാര്യം. അപ്പോൾ പെട്ടെന്ന് പണം വന്നെന്നിരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ അത് ആ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നുണ്ട്. കാരണം എപ്പോഴും എളുപ്പം മട്ടുമാറും. കാട്ടുപന്നിയുടെ മുഖമാണല്ലോ, തേറ്റയും ഒക്കെ ഉണ്ട്, കുത്തും എന്ന് പറഞ്ഞാൽ അത്രമാത്രം തിരിച്ച് അതിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾക്ക് പണം ലഭ്യമാകാൻ അത് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ അത്ര സാത്വികമായിട്ട് വേണം ആ പണം കൊണ്ട് ജീവിക്കാൻ. എനിക്ക് കുറേ പണം കിട്ടി, വാരാഹി ദേവിയുടെ ഉപാസനയിലൂടെ കുറേ പണം കിട്ടിയെന്നിരിക്കാം, ഒരുപാട്. പക്ഷേ ആ നിയമങ്ങളൊക്കെ പാലിക്കണം. അതിനുള്ള കുറേ ടിപ്സ് ഉണ്ട്. താന്ത്രികതയിലും ഒക്കെ കുറേ രഹസ്യ പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നല്ല ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പണം വന്നാൽ ആ പണത്തിന് ദേവതയുടെ ഭാവത്തെക്കുറിച്ചും കൂടി ഓർക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്കും അങ്ങനെയാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് സ്ഥിരമായി ജപിച്ചവരെല്ലാം വലിയ ധനികരായിട്ട് വരുന്നുണ്ട്. അത് വേറൊരു പ്രശ്നം ഇപ്പോഴുണ്ട്. ഈ സംസ്കൃത ഭാഷാ നിയമം അനുസരിച്ചല്ല പലപ്പോഴും ഇതൊന്നും ഉച്ചരിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ്. കാരണം നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആ ഷഡാധാര ചക്രങ്ങളിലെ ഊർജത്തെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പറ്റിയ പരുവത്തിനാണ് സംസ്കൃത ഭാഷയെ ഋഷികൾ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സമ്യക്കായി കരിക്കപ്പെട്ടത്. സമ്യക്കായി എന്ന് വെച്ചാൽ വേണ്ടുമണ്ണം. സമ്യക്ക് എന്നുള്ള പദത്തിനർത്ഥം വേണ്ടുമണ്ണം, കരിക്കപ്പെട്ടത്, ചെയ്യപ്പെട്ടത്. വേണ്ടുമണ്ണം ചെയ്യപ്പെട്ടതായ ഒരു ഭാഷയാണ് സംസ്കൃതം. അപ്പോൾ ആ ഭാഷയുടെ ഉച്ചാരണ നിയമങ്ങൾ എല്ലാം ഇപ്പം അനുനാസികമായിട്ട് വരേണ്ടത്, നാഭിയിൽ നിന്ന് വരേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദശപ്രാണനെക്കുറിച്ച് പറയേണ്ടി വരും, തീരുന്നില്ല വിഷയം. പിന്നെ മൂലാധാരം, സ്വാധിഷ്ഠാനം, ഈ ഷഡാധാരങ്ങളെക്കുറിച്ച് പറയും. ഓരോ ചക്രങ്ങളെയും ഉണർത്തുന്ന രീതിയിലാണ് സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും ഋഷികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിയമം പാലിച്ച് ആരൊക്കെ ഉച്ചരിക്കുന്നു എന്ന് ചോദിച്ചത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അത് അപ്പടി നമ്മൾ അനുസരിച്ചാൽ ഏത് ദേവതയിൽ നിന്ന് ഏത് തരം ആഗ്രഹമാണോ സാധിക്കാനുണ്ടായിരുന്നത് അത് സൂക്ഷ്മമായി ഫലിക്കും. താങ്ക് യു സർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ മംഗലം സഞ്ജയനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.